Hi friends, welcome back to Hello Tech Malayalam. നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയയുടെ ഏറ്റവും പുതിയ രണ്ട് സ്മാർട്ട്ഫോണുകളെ കുറിച്ചാണ്. Nokia 8.3 എന്ന 5G സ്മാർട്ട്ഫോണും ഒപ്പം തന്നെ നോക്കിയയുടെ 5.3 എന്ന മറ്റൊരു സ്മാർട്ട്ഫോണിനെ കുറിച്ചും. Nokia 8.3 എന്ന 5G സ്മാർട്ട്ഫോൺ ആദ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 765G എന്ന പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ വരുന്നത്. 5G ചിപ്സെറ്റ് ആണ്. 2.4 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുക. 6.81 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ എച്ച് പ്ലസ് പ്യുവർ വ്യൂ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടുക. 20:9 ആക്സ്പെറേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു പഞ്ച് ഹോൾ ഡിസൈനാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കാണാൻ സാധിക്കുക. സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനമൊക്കെ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഡിസൈൻ ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നു. പോളാറിനായിരുന്ന ഒരൊറ്റ കളർ വേരിയൻറ്റ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. 220 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ആകെ ഭാരം വരിക. ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയ ഓൾറെഡി നൽകാറുള്ള സീസിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കാണാൻ സാധിക്കുക. 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ, 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സൽ മാക്രോ ലെൻസ്, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ, ഇത്രയുമാണ് റിയൽ സൈഡിൽ വരുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും പഞ്ച് ഹോളിനുള്ളിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട്ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്ന ആൻഡ്രോയിഡ് 10 കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടുക. ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ ആൻഡ്രോയിഡ് 20 അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടുകയും ചെയ്യും. LPDDR4X റാമോട് കൂടി വരുന്ന 6GB റാം, 8GB റാം എന്നീ രണ്ട് റാം വേരിയൻറ്റുകളിൽ 64GB സ്റ്റോറേജിലും ഒപ്പം തന്നെ 128GB സ്റ്റോറേജിലും നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ കിട്ടും. ഒപ്പം തന്നെ മൈക്രോ എസ് സഹായത്തോടെ 512GB വരെ സ്റ്റോറേജൊക്കെ കൂട്ടാനും നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ സാധിക്കും. ഈ ഒരു സ്മാർട്ട്ഫോണിൽ നമുക്ക് 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കിട്ടുക. ഒപ്പം തന്നെ ഈ ഒരു സ്മാർട്ട്ഫോൺ നമുക്ക് 3.5mm ഓഡിയോ ജാക്കും ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ പ്രൈസ് വരിക 48,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയയിൽ നിന്ന് ഒരു 5G സ്മാർട്ട്ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Nokia 8.3 എന്ന ഈ ഒരു സ്മാർട്ട്ഫോൺ ചൂസ് ചെയ്യാം. അതെല്ലാം മറിച്ച് ഇതിൽ കൂടുതൽ ക്യാമറ സെറ്റപ്പും ഒപ്പം തന്നെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഫാസ്റ്റ് ചാർജിങ് സംവിധാനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികളുടെ സ്മാർട്ട്ഫോണുകളും അവൈലബിൾ ആണ്. ഇനി Nokia 5.3 എന്ന സ്മാർട്ട്ഫോണിനെ കുറിച്ച് നോക്കാം. 6.55 ഇഞ്ചോട് കൂടി വരുന്ന HD+ ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു നോച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. IPS LCD ഡിസ്പ്ലേ ആണ്. 20:9 ആക്സ്പെറേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത് റിയൽ സൈഡിലാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 665 എന്നുള്ള പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടുക. 10,000 രൂപയ്ക്ക് മിക്ക സ്മാർട്ട്ഫോണുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട്ഫോണിലും കിട്ടുക. 3GB റാം, 4GB റാം, 6GB റാം എന്നിങ്ങനെ 3 റാം വേരിയൻറ്റുകളായിരിക്കും ഈ ഒരു സ്മാർട്ട്ഫോൺ നമുക്ക് കിട്ടുക. ആൻഡ്രോയിഡ് 10 കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കിട്ടുക. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ അവൈലബിൾ ആണ്. 13 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടുക. 13 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറിനോടൊപ്പം 5 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ബാക്കി വരുന്ന ക്യാമറ ലെൻസുകൾ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പും നമുക്ക് ആ ഒരു നോച്ചിനുള്ളതായിട്ട് കാണാൻ സാധിക്കും. 4000 mAh ബാറ്ററി കപ്പാസിറ്റിയും 3.5mm ഓഡിയോ ജാക്കും ടൈപ്പ് സി പോർട്ടും ഒക്കെ ഈ ഒരു സ്മാർട്ട്ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ ഏകദേശം ഒരു പ്രൈസ് വരിക ഒരു 15,000 രൂപയാണ്. എന്തായാലും 15,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിമിംഗ് സെറ്റപ്പും ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും ഇതിലും ബെറ്ററായ ക്യാമറ സെറ്റപ്പൊക്കെ ഉള്ള ഒരുപാടധികം സ്മാർട്ട്ഫോണുകളുമുണ്ട്. എന്തായാലും മെയിൽ ഈ ഒരു സ്മാർട്ട്ഫോൺ വരുമ്പോൾ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നോക്കിയയുടെ ഈ ഒരു 5G സ്മാർട്ട്ഫോൺ ആയാലും ഒപ്പം തന്നെ ബഡ്ജറ്റ് റേഞ്ച് ഇറങ്ങിയിരിക്കുന്ന Nokia 5.3 എന്ന സ്മാർട്ട്ഫോണും തിരഞ്ഞെടുക്കുക. ഇത്രയുമാണ് നോക്കിയയുടെ വരാൻ പോകുന്ന പുതിയ ഈ രണ്ട് സ്മാർട്ട്ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട്ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.